സാധാരണ 11-12 അതേ സ്കൂളിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. പക്ഷെ 12 കഴിയുന്ന കുട്ടി വേറൊരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവരുടെ മാർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമായതുകൊണ്ട് ഈ ഒരു 12th ആണോ ഏറ്റവും നല്ലത് ഇത് ടെസ്റ്റ് ചെയ്യാൻ എന്നത് വീണ്ടും നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു ആസ്പെക്റ്റാണ്. ഇവിടെ എല്ലാ സബ്ജക്റ്റും ഒരേപോലെ ടെസ്റ്റ് ചെയ്തുകൊണ്ടാണ് അതിനൊരു ബുദ്ധിമുട്ട് വന്നത്. അതിന് പകരം ചെറിയ ചെറിയ സബ്ജക്റ്റുകൾ ഒരു ട്രയൽ രീതിയിൽ ചെയ്ത് അത് ഓക്കെ ആണോ, അതെന്താണ് അതിൻ്റെ ഡിഫക്റ്റ് വരുന്നതെന്ന് കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ അതിന് ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. പക്ഷേ ടീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഗുഡ് ഷെപ്പേർഡ് പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഞാൻ. ഞങ്ങളുടെ ക്യാമ്പസ് OSM മാർക്കിംഗ് ഉണ്ടായിരുന്ന ക്യാമ്പസാണ്. എന്ന് വെച്ചാൽ OSMന് സെലക്ട് ചെയ്തിരിക്കുന്ന ഒരു ക്യാമ്പസായിരുന്നു. 10,000 പേപ്പേഴ്സിൽ കൂടുതൽ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇവാലുവേറ്റ് ചെയ്ത് ഞങ്ങൾ അയച്ചു കൊടുത്തിട്ടുണ്ട് പല സെൻറ്റേഴ്സിലെ. ആക്ച്വലി 1-2 ദിവസം കൊണ്ട് ടീച്ചേഴ്സ് എല്ലാം എഫിഷ്യൻ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരു ഏജ് ഒരു ബാരിയർ ആയില്ല അവിടെ. ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഫോൾട്ട് വന്നു എന്ന് ഇത് കണ്ടു നിന്ന ഞാൻ സമ്മതിക്കില്ല. കാര്യം ഞാനിത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. 10,000-ലേറെ പേപ്പർ എൻ്റെ സെൻറ്ററിൽ നിന്ന് തന്നെ വാല്യൂ ചെയ്ത് പോയിട്ടുണ്ട്. ഈ 2 വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു സാഹചര്യമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു, ഇപ്പം പൂർണ്ണ ഞാൻ അശ്വതിയുടെ കാര്യത്തിനോട് ഞാൻ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. കാരണം ഡിജിറ്റലൈസേഷൻ നല്ലതാണ്, പക്ഷേ അതിന് ഒരു മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യണമായിരുന്നു. ഇപ്പം ടീച്ചേഴ്സിനാണെങ്കിൽ പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കുക, അല്ലെങ്കിൽ അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇത്തരത്തിലേക്ക് ഇത്രയും കുട്ടികളുടെ പേപ്പറുകൾ ഇപ്പോൾ ഡിജിറ്റലായിട്ട് മാർക്കിംഗ് സ്കീമിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമായി വരും എന്നുള്ളത് കൃത്യമായി നേരത്തെ തന്നെ ഒരു ട്രയൽ കൊടുത്തതിന് ശേഷം ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ വെച്ച് കളിക്കുക എന്നുള്ളതായിരുന്നു. ഇതിപ്പോൾ ഇത്രയധികം വിദ്യാർത്ഥികൾ ഇപ്പോഴും റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഡിഗ്രി അലോട്ട്മെന്റ് തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോഴും നമ്മുടെ +2 സ്റ്റുഡൻസ് ഇപ്പോഴും അവരുടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അതുപോലെ തന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഇവിടെ സാർ ഇവിടെ സൂചിപ്പിച്ചു, ഇപ്പൊ 2024 മാത്രമല്ല, അതിന് മുന്നോടിയായിട്ട് എനിക്ക് തോന്നുന്നു 2017 ഇപ്പോൾ NDA ഫോം ചെയ്തത് ഇന്ത്യയിൽ. അതിനുശേഷമാണ് നീറ്റ് എക്സാം NDA കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നത്. അപ്പോൾ അത് തുടങ്ങിയ സമയം തൊട്ടേ ഇപ്പോൾ നീറ്റ് എക്സാമിൽ മാത്രമല്ല, ഇപ്പം GMain എൻട്രൻസ് എക്സാമുകളിൽ അപാകതകൾ സംഭവിച്ചിട്ടുണ്ട്. നെറ്റ് എക്സാം എനിക്ക് തോന്നുന്നു 1.5 വർഷം മുമ്പാണ് ഇപ്പം ഞാൻ ഉൾപ്പെടെ എഴുതിയ നെറ്റ് എക്സാമാണ്, അത് റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇത് 1-2 തവണയല്ല. ഇപ്പോൾ 1-2 തവണയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ പാകപ്പിഴകൾ സംഭവിക്കാം, ഒരു സംവിധാനമാണ്, അതിന് തെറ്റ് സംഭവിക്കാം എന്നുള്ളത്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലേക്ക് പേപ്പർ ലീക്ക് ആകുന്നു, അതിൽ യാതൊരു സുതാര്യതയും ഇല്ലാതെ ഇത്രയും അധികം വിദ്യാർത്ഥികളുടെ ഇപ്പോൾ 22 ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയിലാണ് വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. ഇപ്പോൾ മെയ് 3-ാം തീയതി എക്സാം നടന്നു, 2 ആഴ്ചക്കുള്ളിൽ തന്നെ NDA എക്സാം റദ്ദാക്കിയെന്ന് പബ്ലിഷ് ചെയ്യുന്നു, വീണ്ടും എക്സാം എഴുതണമെന്ന് പറയുന്നു. അപ്പോൾ NDA ഉൾപ്പെടെ NDA ബോഡി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു അപ്പെക്സ് അതോറിറ്റി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ആ സെൻട്രൽ ഗവൺമെന്റ് എടുക്കുന്ന നിലപാടനുസരിച്ച് വലിയ തോതിൽ നമുക്ക് ആശങ്കാജനകമാണ്. കാരണം ഇത്രയും അധികം വിദ്യാർത്ഥികളുടെ ഭാവിയെ, ഇപ്പം +2 ആയിക്കോട്ടെ, നീറ്റ് എക്സാം എഴുതിയ വിദ്യാർത്ഥികളായിക്കോട്ടെ, അവരുടെ ഭാവിയെ ഒരു മുൻമുനയിൽ നിർത്തിക്കൊണ്ട് അവരുടെ മുന്നോട്ടുള്ള ഭാവിയിൽ എന്താണ് ചെയ്യാൻ പോകേണ്ടതെന്ന് പോലും ഒരു നിർദ്ദേശം കൊടുക്കാതെ കേവലം CBIക്ക് അന്വേഷണം വിട്ടു എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഇതിനൊരു മറുപടി പറയാതെ ഒരു ചോദ്യചിഹ്നമായി രാജ്യത്തെ സർക്കാരും അതോടൊപ്പം തന്നെ NDA നിൽക്കുന്നുണ്ട്. അപ്പം NDA കൃത്യമായി അതൊരു ക്രെഡിബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. അത് ചെയ്യുന്നില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.